الحمد لله الواحد الأحد الفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد واحد في أسمائه واحد في صفاته واحد في ذاته ليس كمثله شيء وهو السميع البصير اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قد أفلح المؤمنون الذين هم في صلاتهم خاشعون اتقوا الله عباد الله ഏറ്റവും ആദരവ് നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നമ്മുടെ കൽബറിയുന്ന, നമ്മുടെ മനസ്സറിയുന്ന, നാളെ നമ്മെ വിചാരണ ചെയ്യുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് നല്ലവരായി ജീവിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ ഉപദേശിക്കുന്നു, ഗൗരവപൂർവം വസിയത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അതിന് തൗഫീക്ക് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ ഒട്ടനവധിയാണ്. ഓരോ അനുഗ്രഹങ്ങളും നമ്മൾ എടുത്ത് പരിശോധിക്കുമ്പോൾ വലിയ വിശാലമായ അനുഗ്രഹങ്ങളെ നമുക്ക് കാണുവാൻ കഴിയും. ഈ അനുഗ്രഹങ്ങൾക്കെല്ലാം പ്രിയപ്പെട്ടവരെ, നമ്മൾ റബ്ബിനോട് നന്ദി കാണിക്കാറുണ്ടോ, അല്ലെങ്കിൽ നന്ദി കാണിക്കുന്നുണ്ടോ എന്ന് ആത്മാർത്ഥമായി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. നമ്മൾ നമ്മുടെ റബ്ബിനോട് നന്ദി കാണിക്കേണ്ടുന്ന പരിശുദ്ധ ദീനുൽ ഇസ്ലാം ഏറ്റവും മഹത്തരമായി നമ്മളെ പഠിപ്പിച്ച ഒരു ആരാധനാ കർമ്മമാണ് നമസ്കാരം എന്നുള്ളത്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു, നാളെ പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യമായി വിചാരണ ചെയ്യുന്ന ആരാധനാ കർമ്മം അത് നമസ്കാരമാകുന്നു എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതായി നമുക്ക് കാണുവാൻ കഴിയും. അവ്വലു മാ യുഹാസബു ബിഹിൽ അബ്ദു യൗമൽ ഖിയാമ,
നാളെ പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു അടിമയിൽ നിന്ന് ആദ്യമായി വിചാരണ ചെയ്യുന്ന ആരാധനാ കർമ്മം എന്ന് പറഞ്ഞാൽ അസ്വലാത്ത്, അത് നമസ്കാരമായിരിക്കുമെന്നുള്ളതാണ്. ആ നമസ്കാരത്തിന്റെ വിഷയത്തിൽ പൂർണ്ണത കൈവരിച്ചാൽ അവന്റെ ബാക്കിയുള്ളതെല്ലാം അവൻക്ക് ശരിയായി. ആ നമസ്കാരത്തിൽ എന്തെങ്കിലും ഒരു അപാകത സംഭവിച്ചു കഴിഞ്ഞാൽ അത് ബാക്കിയുള്ളതിനെയും ബാധിക്കുമെന്നാണ് കൃത്യമായി ഗൗരവത്തോടുകൂടി വിശ്വാസം മനസ്സിലാക്കുക. പ്രിയപ്പെട്ടവരെ, ഇതറിയാത്ത ആരെങ്കിലും നമ്മുടെ കൂട്ടത്തിലുണ്ടോ? നമസ്കരിക്കണമെന്നും കൃത്യമായ സമയത്ത് നിർവഹിക്കണമെന്നും ആ നമസ്കാരം നിർവഹിച്ചിട്ടില്ലെങ്കിൽ നാളെ പരലോകത്ത് എന്റെ റബ്ബിന്റെ മുമ്പിൽ ഞാൻ മറുപടി പറയേണ്ടി വരും എന്ന് അറിയാത്ത ആളുകൾ ആരെങ്കിലും ഉണ്ടോ? ഒരാളുമില്ല. പക്ഷേ പല കാരണങ്ങളും പല സന്ദർഭവശങ്ങളും ഉൾപ്പെടുത്തി എന്ത് ചെയ്യുന്നു? ആ നമസ്കാരത്തെ പാഴാക്കുന്ന ഒരു രീതിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പ്രിയപ്പെട്ടവരെ, എപ്പോഴാണ് നമസ്കരിക്കേണ്ടത്? അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ നമസ്കാരത്തിന്റെ ഓരോ സമയങ്ങളെ കൃത്യമായി കൊണ്ട് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. എത്രയോ ആളുകൾ അവരുടെ എല്ലാ തിരക്കുകളും കഴിഞ്ഞ്, അവരുടെ എല്ലാ ജോലി ആവശ്യാർത്ഥങ്ങളും എല്ലാം കഴിഞ്ഞ് സമയമുണ്ടാകുമ്പോൾ ഒരു പേരിന് പെട്ടെന്ന് വളരെ ധൃതി കൂട്ടി നമസ്കരിക്കുന്ന ഒരുപാട് ആളുകളെ നമുക്ക് കാണാൻ കഴിയും. എന്താണെന്നറിയോ? ആ നമസ്കാരത്തിന്റെ പ്രാധാന്യത്തെ അറിയാത്തത് കൊണ്ടാണ്. ആ നമസ്കാരത്തിന്റെ ഉള്ളറിഞ്ഞുകൊണ്ട് നിർവഹിക്കാത്തത് കൊണ്ടാണ്. പ്രിയപ്പെട്ടവരെ, ആ നമസ്കാരം നിർവഹിക്കേണ്ടത് സമയത്തായിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു, ഇന്നസ്സലാത കാനത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂതാ. പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വചനമല്ലേ. പ്രിയപ്പെട്ടവരെ, റബ്ബ് നമ്മളോട് പറയുകയാണ്, തീർച്ചയായും നമസ്കാരം എന്നുള്ളത് മുഅ്മിനീങ്ങളുടെ മേൽ സമയം നിർണയിക്കപ്പെട്ട ഒരു ആരാധനാ കർമ്മമാണ്. എത്രയോ ആളുകൾ ഓരോ പേര് പറഞ്ഞുകൊണ്ട് നമസ്കാരത്തെ ഒഴിവാക്കുകയാണ്. ചില ആളുകള് സുബഹി മാത്രം ജമാഅത്തായി കൊണ്ട് നമസ്കരിക്കുന്നു. ചില ആളുകൾക്ക് മഗ്രിബ് മാത്രമുള്ളൂ, ചില ആളുകൾക്ക് ഇശാ മാത്രമുള്ളൂ, ചില ആളുകൾക്ക് ജുമുഅ മാത്രമേ ഉള്ളൂ. പ്രിയപ്പെട്ടവരെ, വിശ്വാസികളാണോ? ഗൗരവത്തോടുകൂടി നമ്മൾ മനസ്സിലാക്കണം. നമസ്കരിക്കാത്ത ആളുകൾ ആരും നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ ഓരോരുത്തരും നമ്മളോട് ചോദിക്കേണ്ടത് സമയത്ത് നിർവഹിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അതിലൊരു പക്ഷേ നമ്മളൊക്കെ പരാജയപ്പെട്ടു പോയേക്കാം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് ഒരാൾ വന്നുകൊണ്ട് ചോദിക്കുകയാണ്, അയ്യുൽ അഅമാലി അഹബ്ബു ഇലല്ലാഹ്. അല്ലാഹുവിന്റെ റസൂലേ, പ്രവർത്തനങ്ങളിൽ വെച്ച് അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രവർത്തനങ്ങൾ ഏതെല്ലാമാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മറുപടി കൊടുക്കുന്നു, അസ്സലാത്തു അലാ വഖ്തിഹാ. നീ നിസ്കരിക്കുക എന്നല്ല, നീ നമസ്കരിക്കുക എന്നല്ല, ആ നമസ്കാരം അതിന്റെ സമയത്ത് നീ നിർവഹിക്കുക എന്നുള്ളതാണ്. ഈ വന്ന മനുഷ്യൻ വീണ്ടും ചോദിച്ചു, പ്രവാചകരെ, പിന്നെ ഏതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു, ബിർറുൽ വാലിദൈൻ. നിന്റെ മാതാപിതാക്കൾക്ക് നീ പുണ്യം ചെയ്യുക എന്നുള്ളതാണ്. വീണ്ടും ചോദിച്ചു, പ്രവാചകരെ, പിന്നെ ഏതാണ്? അൽ ജിഹാദു ഫീ സബീലില്ലാഹ്. അല്ലാഹുവിന്റെ മാർഗത്തിൽ നീ ധർമ്മസമരം നടത്തുക എന്നുള്ളതാണ്. ഇവിടെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒന്നാമതായി പഠിപ്പിച്ചത് അസ്സലാത്തു അലാ വഖ്തിഹാ. നമസ്കാരം നീ അതിന്റെ സമയത്ത് നിർവഹിക്കുക എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, അതെല്ലാവർക്കും കഴിയില്ല. അത് എല്ലാ മനുഷ്യരെ കൊണ്ടും സാധിക്കുകയില്ല. അത് എല്ലാവരെ കൊണ്ടും ജീവിതത്തിൽ കൊണ്ടുവരാൻ കഴിയില്ല. മറിച്ച് ആർക്കാണത് കഴിയുക? കൃത്യമായ പരലോകബോധമുള്ള, അള്ളാഹുവിനെ പേടിയുള്ള, നാളെ പടച്ച റബ്ബിന്റെ നരകത്തെ ഭയപ്പെടുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ അതിന് സാധ്യമാവുകയുള്ളൂ. അവിടേക്ക് നമ്മൾ എത്തണം, നമ്മൾ ഓരോരുത്തരും, അല്ലേ?
മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഈ ഒന്നാമതായി കൊണ്ടുള്ള അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട കാര്യം സമയത്ത് നിർവഹിക്കുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കൊണ്ടുവരാൻ സാധ്യമാകണം. എങ്കിൽ നിങ്ങൾ ബാക്കിയുള്ള വിഷയങ്ങളൊക്കെ എടുത്തു നോക്കിക്കോ, അതൊക്കെ കറക്റ്റായിട്ടായിരിക്കും നമ്മൾ നിർവഹിക്കുക. നമ്മുടെ ഷോപ്പ് നമ്മൾ തുറക്കുന്ന സമയം അത് കറക്റ്റ് ടൈമിലായിരിക്കും, അല്ലേ? നമ്മൾ ഓഫീസിലേക്ക് പോകുന്നത് കറക്റ്റ് ടൈമിലാണ്. ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യണമെങ്കിൽ അത് കറക്റ്റ് ടൈമിലാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ദുനിയാവിനോടുള്ള ഒരു സ്നേഹം പരലോകത്തേക്ക് നമുക്ക് കൊടുത്തുകൂടാ. ആ പരലോകത്തെ ഒന്ന് പ്രാധാന്യത്തോടു കൂടി കണ്ടുകൂടാ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമസ്കാരത്തിന്റെ വിഷയത്തിൽ ഒരു പ്രത്യേകമായ ശ്രദ്ധ നമുക്ക് അനിവാര്യമാണ്. ഓക്കെ, നിങ്ങള് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ആ നമസ്കാരം എന്നുള്ളത് ജമാഅത്തായിക്കൊണ്ട് പള്ളിയിൽ വെച്ച് നിർവഹിക്കേണ്ടുന്ന കർമ്മമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ എത്ര വലിയ ജോലി തിരക്കുള്ള വ്യക്തികളാണെങ്കിലും, നമ്മൾ എത്ര വലിയ ഷുഊറിൽ മുഴുകുന്ന ആളുകളാണെങ്കിലും, നമസ്കാരത്തിന്റെ സമയത്തിന് വേണ്ടി അതിനെ നമ്മൾ പ്ലാൻ ചെയ്യണം. ആദ്യം നമസ്കാരം മുന്നോട്ട് വെച്ച് ബാക്കിയുള്ള കാര്യങ്ങൾ പിറകോട്ട് വെക്കുക. എത്ര ആളുകളുണ്ടെന്നറിയോ? ഒരുപാട് കടകളിലൊക്കെ നിൽക്കുന്ന ആളുകള്, അവര് സാലറി അല്ല ആദ്യം സംസാരിക്കുക. ആദ്യം വെക്കുന്ന ഡിമാൻഡ് എന്തായിരിക്കും എന്നറിയോ? ഞാൻ നിങ്ങളുടെ ഷോപ്പിൽ നിൽക്കാം, പക്ഷേ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ബാങ്ക് കേട്ടാൽ എനിക്ക് ജമാഅത്തിന് പോകുവാനുള്ള പെർമിഷൻ നിങ്ങൾ നൽകണം എന്നാണ് ആദ്യമത്തെ ഡിമാൻഡ് വെക്കുക. പ്രിയപ്പെട്ടവർ, ആ രൂപത്തിലേക്ക് നമ്മൾ തിരിച്ചു വരണം എന്നുള്ളത്. ഒറ്റക്ക് നമസ്കരിക്കുന്നതിനേക്കാൾ 27 ഇരട്ടി പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല സംഘടിതമായി കൊണ്ടുള്ള നമസ്കാരത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമെന്നുള്ളത്. നമസ്കാരം അത് ഗൗരവത്തിൽ നമ്മൾ കാണുക, അല്ലേ? ഇനി നമ്മൾ പള്ളിയിലേക്ക് കടന്നു വരുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒന്നാമതായി ആദ്യമായി നമ്മൾ തെരഞ്ഞെടുക്കേണ്ടത് ഫസ്റ്റ് സഫായിരിക്കും, ഒന്നാമത്തെ സഫായിരിക്കണം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞല്ലോ, ഒന്നാമത്തെ സഫിലിരിക്കുന്നവന്റെയും ബാങ്ക് കൊടുക്കുന്നവന്റെയും പ്രതിഫലം നിങ്ങൾ അറിയുമായിരുന്നുവെങ്കിൽ നിങ്ങൾ അതിനു വേണ്ടി നറുക്കെടുപ്പ് നടത്തുമായിരുന്നു എന്നുള്ളതാണ്. അത്ര വലിയ പ്രതിഫലമാണ്. എന്നാലോ നമ്മൾ ഏറ്റവും പിറകിലാകുന്ന ഒരു വിഷയമാണ് ഇത്. ഒന്നാമത്തെ സഫിലിരിക്കുവാനുള്ള അവസരം കിട്ടിയിട്ട് പോലും അതിനെ മാറ്റിവെക്കുന്ന ആളുകളെ നമുക്ക് കാണുവാൻ കഴിയും. പിന്നീട് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്താണ് പ്രിയപ്പെട്ടവരെ? സഫ് കെട്ടുന്ന വിഷയത്തിലാണ്. പരിശുദ്ധ ദീനുൽ ഇസ്ലാം കൃത്യമായി കൊണ്ട് പഠിപ്പിച്ചു, നിങ്ങളുടെ കാൽപാദങ്ങളെ നിങ്ങൾ മുഴുവനായും ചേർത്ത് വെക്കണം. വിട്ട് 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 നിൽക്കുന്ന ഒരു പ്രകൃതം ഉണ്ടാകരുത്. തോളോട് തോൾ കാലുകൾ തമ്മിൽ കൂട്ടിവെച്ച് വേണം നമസ്കാരത്തിന് സ്വഫായിക്കൊണ്ട് നമ്മൾ നിൽക്കാൻ. എന്ന് ഇമാമ് അതൊരു ഭംഗിക്ക് വേണ്ടി പറയുന്നതല്ല. ഇമാമിന്റെ കടമ നിർവഹിച്ചാൽ മൗമീനീങ്ങളായ ബാക്കിയുള്ളവർ അവരുടെ കടമയാണ് ആ സ്വഫിനെ പൂർത്തീകരിക്കുക എന്നുള്ളത്. സ്വഹാബത്തിന്റെ ജീവിതത്തിലൂടെ നമ്മൾ എടുത്തു പരിശോധിക്കുമ്പോൾ നമസ്കാരം കഴിഞ്ഞാൽ അവരുടെ ഷോൾഡറിന്റെ ഭാഗത്തൊക്കെ കീറിയിട്ടുണ്ടാകും അവരുടെ വസ്ത്രം എന്നുള്ളതാണ്. അത്ര ടൈറ്റായിട്ടായിരിക്കും അവര് നിൽക്കുക. പ്രിയപ്പെട്ടവരെ, നമുക്ക് എത്ര സൗകര്യമാണ് അള്ളാഹുവിന്റെ ദീന് പഠിക്കാൻ, അള്ളാഹുവിന്റെ മതത്തെ ഉൾക്കൊള്ളാൻ, ആരാധനാ കർമ്മങ്ങളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ. എന്നിട്ട് എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്കൊരു ശ്രദ്ധ നമുക്കില്ലാത്തത് എന്ന് ആത്മാർത്ഥമായി ഞാനും നിങ്ങളും ചിന്തിക്കേണ്ടതുണ്ട്. ഒക്കെ നിങ്ങൾ കണ്ണു കാണാത്ത ഒരു സഹാബിയാണ് അബ്ദുല്ലാഹ് ഇബ്നു ഉമ്മു മക്തൂം റളിയല്ലാഹു അൻഹു. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് കണ്ണു കാണാത്ത സ്വഹാബി വന്നുകൊണ്ട് പറയുന്ന പരാതി ഹദീസിന്റെ താളുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, അദ്ദേഹം വന്നുകൊണ്ട് പറയാൻ, അല്ലാഹുവിന്റെ റസൂലേ, എനിക്ക് കണ്ണു കാണുകയില്ല. പള്ളിയാണെങ്കിലോ ഒരുപാട് ദൂരെയാണ്. എന്നെ എത്തിക്കുവാനോ എന്നെ കൊണ്ടുപോകുവാനോ ആ ജമാഅത്ത് നമസ്കാരത്തിൽ എന്നെ പങ്കെടുപ്പിക്കുവാനോ ആരുമില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ വീട്ടിൽ വെച്ചുകൊണ്ട് നമസ്കരിക്കട്ടെ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു. ഇത് ഓരോന്നും നമ്മൾ കൃത്യമായി കൊണ്ട് മനസ്സിലാക്കണം. കണ്ണ് കാണാത്ത ഒരു മനുഷ്യന്, അല്ലേ, ഒരല്പനേരം
വെളിച്ചത്ത് നിന്ന് കറന്റ് പോയി ഇരുട്ടിൽ അകപ്പെടുമ്പോൾ നമുക്കുണ്ടാകുന്ന പ്രയാസം എത്രയാണ്. ഒരു കണ്ണ് കാണാത്ത സ്വഹാബിയാണ് ഇത് ചോദിച്ചത്. പ്രിയപ്പെട്ടവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് അനുവാദം കൊടുത്തു, നീ അങ്ങനെ ചെയ്തോ. പോകുന്ന സന്ദർഭങ്ങളിലൂടെ ഉമ്മു മക്തൂം റളിയല്ലാഹു അൻഹുവിനെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിളിക്കുകയാണ്. അല്ല ഉമ്മു മക്തൂം, താങ്കൾ പള്ളിയിൽ നിന്ന് ബാങ്ക് കേൾക്കാറുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് ചോദിച്ചപ്പോ മഹാനായ സഹാബി പറഞ്ഞു, നബിയേ, ഞാൻ ബാങ്ക് കേൾക്കാറുണ്ട് എന്ന് പറഞ്ഞ സന്ദർഭങ്ങളിലൂടെ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുക്കുന്ന മറുപടി, മാ അജിദു ലക റുഖ്സ, ഉമ്മു മക്തൂം, നിനക്ക് ഞാൻ അതിൽ ഒരു ഇളവും ഞാൻ കാണുന്നില്ല. താങ്കൾ പള്ളിയിൽ ജമാഅത്തിന് പങ്കെടുക്കണം. ഒരു കണ്ണ് കാണാത്ത ഒരു അന്ധനായ ഒരു സ്വഹാബിയോട് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നീ പള്ളിയിൽ ജമാഅത്തിന് പങ്കെടുക്കണമെന്ന് പറയുമ്പോ ഒരു ന്യൂനതയും ഒരു കുറവും ഒരു പ്രശ്നവുമില്ലാത്ത നമ്മളൊക്കെ പ്രിയപ്പെട്ടവരെ എത്രത്തോളം ആ ഒരു വിഷയത്തിൽ നമ്മൾ ശ്രദ്ധ കാണിക്കേണ്ടതുണ്ട് എന്ന് ഗൗരവത്തിൽ നമ്മൾ ചിന്തിക്കുക. അതുകൊണ്ട് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ആ ജമാഅത്തായിക്കൊണ്ട് തന്നെ പള്ളിയിൽ വെച്ച് നിർവഹിക്കുവാൻ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട് എന്നുള്ളതാണ്. വീട്ടിൽ നിന്ന് വുളൂവെടുത്ത് നല്ല വസ്ത്രം ധരിച്ച് സുഗന്ധം ഉപയോഗിച്ച് നടന്നു പോയാൽ പോലും ആ നടത്തത്തിന് പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പ്രതിഫലം നൽകുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് സമയബന്ധിതമായി കൊണ്ട് നമസ്കരിക്കണമെന്ന് പറഞ്ഞു. ആ നമസ്കാരം ജമാഅത്തായിക്കൊണ്ട് പള്ളിയിൽ വെച്ച് നമസ്കരിക്കണമെന്ന് പറഞ്ഞു. ഇനി എങ്ങനെയാണ് നമസ്കരിക്കേണ്ടത്? എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ നമസ്കരിക്കേണ്ടത്? എത്രയോ ആളുകൾ അശ്രദ്ധയോടുകൂടി നമസ്കരിക്കുന്ന ആളുകളെ നമുക്ക് കാണുവാൻ കഴിയും. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, സ്വല്ലൂ കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ എപ്രകാരം നമസ്കരിച്ചതായി നിങ്ങൾ കണ്ടുവോ അതുപോലെ നിങ്ങൾ നമസ്കരിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തക്ബീറത്തുൽ ഇഹ്റാമിൽ എവിടെയാണ് കൈകെട്ടിയത് എന്ന് കൃത്യമായി പഠിച്ച് അവിടെ കൈകെട്ടണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങനെയാണ് റുക്കൂ ചെയ്യാൻ പഠിപ്പിച്ചത്? ആ റുക്കൂ ചെയ്യുന്ന സന്ദർഭത്തിൽ കൈമുട്ടിൽ വെക്കുമ്പോൾ വിരലുകൾ എങ്ങനെയാണ് വെക്കേണ്ടത് എന്ന് പഠിപ്പിച്ചു. ആ രൂപത്തിൽ വെക്കണം. ഓരോ കാര്യങ്ങളും കൃത്യമായി കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച രൂപത്തിലാണ് നമ്മൾ നിർവഹിക്കേണ്ടത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിനോട് പഠിപ്പിച്ച ഏതൊക്കെ മാർഗങ്ങളുണ്ടോ ആ രൂപമാണ് നമ്മുടെ ജീവിതത്തിലേക്കും നമ്മൾ കൊണ്ടുവരേണ്ടത്. ആ നമസ്കാരം കൃത്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച രൂപത്തിലുമാകണം. ആ നമസ്കാരം ഖുശൂഅോട് കൂടിയിട്ടുള്ളതാകണം, ഭയഭക്തിയോട് കൂടിയിട്ടുള്ളതാകണം. പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ അതിനൊരു മാധുര്യമുണ്ട്, അത് അങ്ങനെ നിർവഹിക്കണം. നമസ്കരിക്കുമ്പോൾ ഖുശൂഅോട് കൂടി നിർവഹിക്കണം. അപ്പോഴേ നമസ്കാരത്തിലുള്ള ആ ഒരു ആസ്വാദനം നമുക്ക് ലഭിക്കുകയുള്ളൂ. ബാങ്ക് കൊടുക്കുമ്പോ, ദിക്ർ ചൊല്ലുമ്പോ, ദുആ ചെയ്യുമ്പോ ഇതിനൊക്കെ പ്രിയപ്പെട്ടവരെ ഒരു കൃത്യമായ ഒരു ലദ്ദത്തുണ്ട്, ഒരു ആസ്വാദനമുണ്ട്. അത് നുകർന്നുകൊണ്ട് നിർവഹിക്കുവാൻ നമുക്ക് സാധ്യമാകണം. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ മുഅ്മിനൂൻ എന്നുള്ള ഒരു അധ്യായം കൊടുത്തിട്ടുണ്ട്. ആ അധ്യായത്തിലൂടെ സത്യവിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ഒരുപാട് അവരുടെ വിശേഷണങ്ങൾ എടുത്തു പറയുന്ന കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, തീർച്ചയായും സത്യവിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു. വിജയം ആഗ്രഹിക്കാത്ത ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ടോ പ്രിയപ്പെട്ടവരെ? പരാജയം ഒരാളും ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ഈ ദുനിയാവിലെ വിജയത്തിനൊരു പരിമിതിയുണ്ട്. എന്നാൽ ഏറ്റവും വലിയ വിജയം ഏതാണ്? നാളെ പരലോകത്ത് രക്ഷപ്പെടുക എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, തീർച്ചയായും സത്യവിശ്വാസികൾ വിജയിച്ചിട്ടുണ്ട്. അവരുടെ ഒന്നാമത്തെ പ്രത്യേകത എന്തെന്നറിയുമോ? അല്ലദീനഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ,
തങ്ങളുടെ നമസ്കാരങ്ങളിൽ അവർ ഭയഭക്തിയുള്ള ആളുകളായിരിക്കും. നിസ്കരിക്കുമ്പോൾ അവർക്ക് ബോധമുണ്ടാകും. തക്ബീറത്തുൽ ഇഹ്റാമിലൂടെ പ്രവേശിച്ച് സലാം വീട്ടുന്നത് വരെ, സുജൂദ് ചെയ്യുമ്പോൾ, റുകൂ ചെയ്യുമ്പോൾ, ഇഅ്തിദാലിലും തശ്ഹുദിലും അല്ലാഹുവിനെ കുറിച്ചിട്ടുള്ള കൃത്യമായ ഒരു ബോധമുണ്ടാകും. എന്നെ എന്റെ റബ്ബ് കൃത്യമായി കൊണ്ട് നിരീക്ഷിക്കുന്നുണ്ട്, എന്റെ റബ്ബ് എന്റെ നമസ്കാരം കൃത്യമായി വീക്ഷിക്കുന്നുണ്ട് എന്നുള്ള ബോധത്തോടുകൂടി എന്റെ ലോകരക്ഷിതാവായ റബ്ബിന്റെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത് എന്നുള്ള ബോധത്തോടു കൂടിയിട്ടായിരിക്കും അവർ നിർവഹിക്കുക. എന്നാൽ ഈ ഒരു ശ്രദ്ധയില്ലാതെ നമസ്കരിക്കുന്ന ആളുകളെയും നമുക്ക് കാണാൻ കഴിയും. അത് അവരുടെ നമസ്കാരം തന്നെ കണ്ടാൽ നമുക്ക് മനസ്സിലാകും. നമ്മൾ ആരും മറ്റുള്ളവരുടെ നമസ്കാരം നോക്കണം എന്നല്ല അതിന്റെ അർത്ഥം കേട്ടോ. പെട്ടെന്ന് ഇങ്ങനെ ധൃതി കൂട്ടി നിസ്കരിക്കുന്ന ആളുകളുണ്ട്, അതുണ്ടാകാൻ പാടില്ല. ഇപ്പൊ ഏറി വന്നാൽ ഒരു നമസ്കാരം നിർവഹിക്കുവാൻ എടുക്കുന്ന സമയം 20-25 മിനിറ്റേ ഉള്ളൂ അല്ലെ. സാധാരണ ഇപ്പൊ നമ്മൾ നമസ്കരിക്കുന്ന നമസ്കാരം അതൊരു 20-25 മിനിറ്റ് ഖുശൂഅോടുകൂടി നല്ലതുപോലെ നമസ്കരിക്കാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധ്യമായിട്ടില്ലെങ്കിൽ നമ്മുടെ നമസ്കാരത്തെ നമ്മളൊന്ന് വിചിന്തനം നടത്തേണ്ടതുണ്ട്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവസാന സന്ദർഭത്തില് ഈ ലോകത്തോട് വിട പറയുന്നതിന്റെ തൊട്ട് മുമ്പ് പോലും മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ലോകത്തിൽ ഇങ്ങനെ പ്രയാസപ്പെട്ട് കിടക്കുമ്പോ ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിക്കുകയാണ്, ആയിഷ സ്വല്ലന്നാസ്, ജനങ്ങൾ നമസ്കരിച്ചോ? ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, നബിയേ താങ്കളെ അവര് കാത്തിരിക്കുകയാണ്, താങ്കളെ വെയിറ്റ് ചെയ്യുകയാണ് എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിന്റെ തോളിൽ കൈവച്ചുകൊണ്ട് വളരെ പ്രയാസപ്പെട്ടുകൊണ്ടുപോയി നമസ്കരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ചെറിയ ഒരു പനി വരുമ്പോൾ, ചെറിയ ഒരു ശാരീരികമായ അസ്വസ്ഥത വരുമ്പോൾ, ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒരു അല്പം മുറിവ് സംഭവിക്കുമ്പോൾ ആ പേരും പറഞ്ഞുകൊണ്ട് ആഴ്ചകളോളം നമസ്കാരത്തെ ഉപേക്ഷിക്കുന്ന ഞാനും നിങ്ങളും നമ്മുടെ പ്രവാചകൻ മുത്തു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ നമ്മൾ പഠിക്കണം. ആ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവസാനത്തെ സന്ദർഭങ്ങളിലൂടെ പഠിപ്പിക്കുകയാണ്, അസ്വലാത്ത്, നമസ്കാരത്തിന്റെ വിഷയത്തിൽ നിങ്ങൾ ഗൗരവം കാണിക്കണേ എന്നാണ്. ഒരുപാട് ഉപദേശങ്ങൾ കൊടുക്കുന്ന കൂട്ടത്തിൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതാണ്, നമസ്കാരത്തിന്റെ വിഷയത്തിൽ നിങ്ങൾ ശ്രദ്ധ കാണിക്കണേ, അതിന് നിങ്ങൾ ഒഴിവാക്കരുതേ, അത് നിങ്ങൾ പാഴാക്കി കളയരുതേ എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവസാനത്തെ സന്ദർഭത്തിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ആലോചിച്ചിട്ടെങ്കിലും എങ്ങനെ എന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവസാന സന്ദർഭത്തിൽ പറഞ്ഞ ഈ നമസ്കാരം എന്നുള്ളൊരു വിഷയമുണ്ടല്ലോ, അത് ഞാനൊന്ന് കൃത്യമായി കൊണ്ട് എന്നെ ജീവിതത്തിലേക്ക് കൊണ്ടുവരട്ടെ എന്ന് കരുതിയെങ്കിലും ഒരുപാട് നമ്മൾ ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ ഒരുപാട് നമസ്കാരങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടു പോകില്ലായിരുന്നു. ഒന്ന് ആലോചിച്ചിട്ടാണ്, ഒരു വർഷത്തിലേക്ക് നമ്മൾ കടന്ന് ഒരു മാസത്തിന്റെ പകുതിയോളം പിന്നിട്ടു പോയി. എത്ര പെട്ടെന്നാണ് ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും കടന്നു വരുന്നത് അല്ലെ. നമ്മളെപ്പോഴും ചിന്തിക്കാറുണ്ട്, എത്ര പെട്ടെന്നാണ് റബ്ബേ വെള്ളിയാഴ്ചയാകുന്നത്, ഒരു പിടുത്തമില്ലല്ലോ, ഇത് എവിടുക്കാ പോണ് എന്നൊക്കെ നമ്മൾ പറയലുണ്ട്. സമയവും കാലും മാസമൊക്കെ അതിന്റെ സമയത്ത് കൃത്യമായി പോകും. പരലോകത്തേക്ക് വേണ്ടി നമ്മൾ എന്ത് ഒരുക്കി വെച്ചു എന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഭക്തിയോടുകൂടി നമസ്കരിക്കാൻ നമുക്ക് സാധ്യമാകണം. മറ്റൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആളുകളെ കാണിക്കാൻ വേണ്ടി നമ്മൾ ആരും നമസ്കരിക്കേണ്ടതില്ല. ആരുടെയെങ്കിലും സർട്ടിഫിക്കറ്റ് ലഭിക്കുവാൻ ഞാൻ നല്ല നമസ്കാരത്തിൽ ഖുശൂഉള്ളവനാണ്, ഞാൻ കൃത്യമായി നമസ്കരിക്കുന്നവനാണ്, എനിക്കും സുബഹി ജമാഅത്തുണ്ട്, എനിക്കും അസ്ർ ജമാഅത്തുണ്ട്, അല്ലെങ്കിൽ ഞാൻ നന്നായി പ്രവർത്തിക്കുന്നവനാണ് എന്ന് കരുതി ഒരിക്കലും മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി, അത് നമസ്കാരം എന്നല്ല, ഏതൊരു കർമ്മം ചെയ്യുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നോക്കുന്ന എവിടേക്കാണ്, ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ അജ്സാമികും വലാ ഇലാ സുവരികും വലാകിൻ യൻദുറു ഇലാ ഖുലൂബികും. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നോട്ടം നിങ്ങളുടെ ശരീരങ്ങളിലേക്കല്ല. നിങ്ങൾ നല്ല തടിച്ച ആളാണോ,
മെലിഞ്ഞ ആളാണോ, ഉരുണ്ട ആളാണോ, നീളം കുറവുള്ള ആളാണോ എന്നൊന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നോക്കുന്നില്ല. വലാകിൻ അൻദുറു ഇലാ ഖുലൂബികും, മറിച്ച് അല്ലാഹുവിന്റെ നോട്ടം എവിടേക്കാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ? നമ്മളെല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഹൃദയമുണ്ടല്ലോ. കൺകുളിർമ നൽകുന്ന മക്കൾക്കറിയാത്ത, ഭാര്യക്കറിയാത്ത, മാതാപിതാക്കൾക്കറിയാത്ത, മറ്റുള്ള സുഹൃത്തുക്കൾക്കറിയാത്ത, റബ്ബിന് മാത്രം അറിയുന്ന കൽബുണ്ടല്ലോ. ആ കൽബിലേക്കാണ് പടച്ച റബ്ബ് നോക്കുന്നത്. അപ്പൊ നമസ്കാരം നമ്മൾ മറ്റൊരാളെ കാണിക്കാൻ വേണ്ടി നന്നായി നിർവഹിച്ചാൽ പടച്ചോന്റെ ഒന്നും പ്രതിഫലമില്ല. പരിശുദ്ധ ഖുർആൻ സുന്ദരമായ സൂറത്തിലൂടെ, നമുക്കറിയാവുന്ന ചെറിയ അധ്യായമായ സൂറത്തുൽ മാഊനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി കൊണ്ട് പഠിപ്പിച്ചു, ഫവൈലുൽ ലിൽ മുസല്ലീൻ, നമസ്കരിക്കുന്ന ആളുകൾക്ക് നാശം. നമസ്കരിക്കുന്ന ആളുകൾക്ക് നാശമാണ്, വൈലാണ്. എന്താ കാരണം? അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ, അവരവരുടെ നമസ്കാരങ്ങളിൽ അശ്രദ്ധയുള്ള ആളുകളാണ്. ശ്രദ്ധയില്ല നമസ്കരിക്കാണ്. നമസ്കാരത്തിലേക്കണ്ട് കൈകെട്ടിയാൽ പിന്നെ മറന്നുവെച്ച കാര്യങ്ങളെല്ലാം ഓർത്തെടുത്തു വരികയാണ്. കൊടുക്കാനുള്ള പണവും എടുക്കുവാനുള്ള സാധനങ്ങളും പോകുവാനുള്ള സന്ദർശനം നടത്തുവാനുള്ള സ്ഥലങ്ങളുമെല്ലാം ഓർമ്മ വരുന്ന നമസ്കാരത്തിലാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, ആ നമസ്കാരം അശ്രദ്ധയോട് കൂടിയിട്ടുള്ള നമസ്കാരമാണ്. അതുണ്ടാകാൻ പാടില്ല. ശ്രദ്ധയുണ്ടാകണം. അശ്രദ്ധമായി കൊണ്ട് നമസ്കരിക്കുവാൻ പാടില്ല. അല്ലദീന ഹും യുറാഊൻ, മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി നിസ്കരിക്കുന്ന ആളുകളാണ് അവര്. ഉപ്പ കാണണം ഞാൻ നന്നായി നമസ്കരിക്കുന്നവനാണെന്ന്, ഉമ്മ കാണണം, വീട്ടിൽ വന്ന അതിഥികൾ അറിയണം ഞാൻ നന്നായി റുകൂ ചെയ്യുന്നവനാണ്, നല്ല ഖുശൂഅോടുകൂടി നമസ്കരിക്കുന്നവനാണെന്ന് കരുതിക്കൊണ്ട് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി നിസ്കരിക്കുന്ന ആളുകൾ, അത്തരക്കാർക്ക് നാശമാണ് എന്ന്. കാരണം എന്താ? നമ്മൾ അങ്ങനെ നിർവഹിച്ചത് എന്താ കാര്യം? ആളുകൾ പറയും, ഓ അയാളുടെ ആ നമസ്കാരമൊക്കെ എന്ത് നല്ല നമസ്കാരല്ലേ, നല്ല ഖുശൂഅോട് കൂടിയുള്ള നമസ്കാരല്ലേ. അതോടുകൂടി എന്ത് ചെയ്തു പ്രിയപ്പെട്ടവരെ? ആ പ്രതിഫലം ദുനിയാവിൽ നിന്ന് കിട്ടി, സർട്ടിഫിക്കറ്റ് കിട്ടി. പടച്ച റബ്ബിങ്കിലേക്ക് അത് എത്തുന്നില്ല. മറിച്ച് അള്ളാന്റെ പ്രീതി ആഗ്രഹിച്ചിട്ടാണെങ്കിലോ നാളെ പടച്ച റബ്ബ് സ്വർഗത്തിലൂടെ നമസ്കരിക്കുന്ന ആളുകൾ പ്രവേശിക്കുന്ന ആ വാതിലൂടെ പ്രവേശിക്കുവാനുള്ള ഭാഗ്യം പടച്ച റബ്ബ് നമുക്ക് തരുമെന്നുള്ളതാണ്. അതുകൊണ്ട് ജീവിതത്തിന്റെ ഓരോ സന്ദർഭങ്ങളും നിമിഷങ്ങളും കടന്നു പോകുമ്പോൾ നിർബന്ധമാക്കപ്പെട്ട നമസ്കാരങ്ങളിൽ കൂടുതൽ നമ്മൾ ശ്രദ്ധ കാണിക്കണം. അത് കഴിഞ്ഞിട്ടേ സുന്നത്തിനോട് താല്പര്യം കാണിച്ചിട്ട് കാര്യമുള്ളൂ. ജമാഅത്ത് നമസ്കാരം ഫർദിനോട് വിമുഖത കാണിച്ച് സുന്നത്തിലേക്ക് ആവേശം കാണിച്ചിട്ട് കാര്യമില്ല. ഫർദിനോടൊപ്പം സുന്നത്ത് നമസ്കാരവും നിർവഹിക്കുവാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന ഓരോ സമയങ്ങളെയും സന്ദർഭങ്ങളെയും കൃത്യമായി നമ്മൾ വിചിന്തനം നടത്തുക. എൻ്റെ റബ്ബിങ്കിലേക്ക് നമസ്കാരത്തിന്റെ വിഷയത്തിൽ എനിക്ക് എത്ര വക്തുകൾ എനിക്ക് മാറ്റിവെക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് ആത്മാർത്ഥമായി കൊണ്ട് ചിന്തിക്കുക. ഇതുവരെ ഞാൻ നിസ്കരിച്ച എന്റെ നമസ്കാരങ്ങളിൽ എത്ര നമസ്കാരം എന്റെ റബ്ബ് സ്വീകരിച്ചിട്ടുണ്ടാകുമെന്നുള്ള ഒരു ചിന്ത പ്രിയപ്പെട്ടവരെ ഈ ഒരു സന്ദർഭത്തിൽ ഞാനും നിങ്ങളും ആത്മാർത്ഥമായി നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഇനി വരുന്ന ദിവസങ്ങളിലുള്ള നമസ്കാരത്തിലെങ്കിലും നമുക്ക് കൃത്യമായി കൊണ്ട് ഖുശൂഅോടുകൂടി നിർവഹിക്കുവാൻ കഴിയുമെന്നുള്ളതാണ്. അതുകൊണ്ട് അലസത വിടുക, മടി വിടുക, നമസ്കാരത്തിന്റെ വിഷയത്തിൽ ജാഗ്രത കാണിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രൂപത്തിൽ നീങ്ങുന്ന യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. أقول قولي هذا أستغفر الله لي ولكم واستغفروه إنه هو الغفور الرحيم. الحمد لله حمدا كثيرا طيبا مباركا فيه. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم
ഇന്നക ഹമീദും മജീദ്. ഏറ്റവും ആദരവ് നിറഞ്ഞ സത്യവിശ്വാസികളെ, ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് അവന് വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ ഉപദേശിക്കുന്നു, ഗൗരവപൂർവ്വം വസിയ്യത്ത് ചെയ്യുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അതിന് തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മരണം നമ്മുടെ ജീവിതത്തിലേക്ക് എത്തുമ്പോൾ പിന്നെ നമസ്കരിക്കുവാനുള്ള അവസരം നമുക്കിനി ഉണ്ടാവുകയില്ല. ഒരുപാട് തിരക്കുകളും ഒരുപാട് ആവശ്യങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ അന്ന് തിരിച്ചറിയും സമയത്തിൻ്റെയും ആയുസ്സിൻ്റെയും വില എന്നുള്ളത്. ഒരിക്കൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിനോട് ചോദിച്ചു, സ്വഹാബ, എന്റെ സമുദായത്തിൽപ്പെട്ട മുഫ്ലിസീങ്ങൾ ആരാണെന്ന് നിങ്ങൾക്കറിയുമോ? അഥവാ പാപ്പരായിട്ടുള്ള ഒന്നുമില്ലാത്ത ആളുകൾ ആരാണെന്ന് നിങ്ങൾക്കറിയുമോ? സ്വഹാബത്ത് പറഞ്ഞു, റസൂലേ, ജീവിക്കാനൊന്നും വരുമാനമില്ലാതെ അങ്ങേയറ്റം പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകളാണ് എന്ന് പറഞ്ഞപ്പോ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ തിരുത്തുകയാണ്. എന്നിട്ട് സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നാളെ പരലോകത്ത് ഒരുപാട് നന്മകളുമായി അവർ കടന്നു വരും. നമസ്കാരം പോലെ, സകാത്ത് പോലെ, സ്വതക്ക പോലെ, ഉംറ പോലെ, ഹജ്ജ് പോലെ എന്തൊക്കെ നന്മകളുണ്ടോ ആ നന്മകളുടെ കൂമ്പാരങ്ങളുമായി നാളെ പരലോകത്ത് അള്ളാന്റെ അടുക്കൽ ആ മനുഷ്യന് വരും. പക്ഷേ അവരുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവൻ തന്റെ സഹോദരനെ അന്യായമായി ഉപദ്രവിച്ചവനാണ്, തന്റെ സഹോദരന്റെ അഭിമാനത്തെ ക്ഷതം വരുത്തിയവനാണ്, തന്റെ സഹോദരനെ കൊലപ്പെടുത്തിയവനാണ്, തന്റെ സഹോദരനെ ജനങ്ങൾക്കിടയിൽ അവന്റെ അഭിമാനത്തെ ഇല്ലാതാക്കിയവനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ നന്മകൾ ചെയ്ത ഈ നന്മകളെല്ലാം അവൻ ആരെയാണോ പ്രയാസപ്പെടുത്തിയത് അവൻക്ക് കൊടുത്ത് അവന്റെ തിന്മകളെല്ലാം ഇവൻക്ക് കൊടുത്ത് ഒന്നുമില്ലാത്ത പാപ്പരായിക്കൊണ്ട് ഇവനെ നരകത്തിലേക്ക് പ്രവേശിക്കും. സ്വഹാബ, അവരാണ് എന്റെ സമുദായത്തിലെ പാപ്പരായിട്ടുള്ള ആളുകൾ എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിലുടനീളം ആത്മാർത്ഥമായി ഗൗരവത്തോടുകൂടി നമ്മൾ ചിന്തിക്കേണ്ടുന്ന വിഷയങ്ങളാണ്. അമലുകളിൽ മത്സരിക്കുന്ന വിശ്വാസികൾ ഓരോരുത്തരും, ഞാനും നിങ്ങളും ഉൾപ്പെടെ, നമുക്ക് കർമ്മങ്ങളുണ്ട്, നമുക്ക് ഇബാദത്തുകളുണ്ട്, നമുക്ക് പ്രവർത്തനങ്ങളുണ്ട്. പക്ഷേ ഒരു വശത്തേക്ക് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ അടുക്കലില്ലാത്ത ഒരു കുറവുകളുമില്ല. മറ്റുള്ളവരെ കുറിച്ച് ഏഷണയും പരദൂഷണവും പറയുന്ന ഒരു പ്രകൃതം നമുക്കുണ്ടോ? നമസ്കാരത്തിലേക്ക് പങ്കെടുത്ത് ജമാഅത്ത് നമസ്കാരം കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു പോകുന്ന സന്ദർഭങ്ങളിൽ നമ്മളെ സഹോദരനെ കുറിച്ച് അവന്റെ ഉള്ളതും ഇല്ലാത്തതുമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പ്രകൃതം നമുക്കുണ്ടോ? അത് ഒഴിവാക്കുക. സഹോദരിമാരെ, നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചു കൊള്ളുക. നോക്കിയേ, നിങ്ങൾ എത്ര ആളുകളാണ് ഈ ഒരു വിഷയത്തിൽ ശ്രദ്ധ കാണിക്കാതിരിക്കുന്നത്. നാളെ പരലോകത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ അവൻക്കൊരു നന്മയും അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്നില്ല എന്നാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രിയപ്പെട്ടവരെ